ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്കോ നട്ട്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും മാറിക്കണ്ട. ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമുക്ക് ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടോക്ക്. സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇത് തയ്യാറാക്കണം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 3/4 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ. 3 മുട്ട, വലുതായതുകൊണ്ട് 3 ചെറുതാണെങ്കിൽ 4 എടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് കേട്ടോ. ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നോർമൽ വാട്ടർ 2 ടേബിൾ സ്പൂൺ, അല്ലാന്നുണ്ടെങ്കിൽ പാൽ കൊടുക്കുക, നോർമൽ വാട്ടർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തരിച്ചിട്ട് എടുക്കുക. അതാ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഇത്ര ഇട്ടിട്ട് നമുക്കിതൊരു 3 തവണ അരിച്ചിട്ടെടുക്കാം കേട്ടോ. തരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ടയുടെ വെള്ള മാത്രമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 2 കൂടെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിൻ്റെ ശേഷം വാനില എസൻസും അതുപോലെ തന്നെ ആ പിഞ്ചുപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കുറേശ്ശെ പഞ്ചസാര പൊടിച്ചതും കൂടെ ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കുക. ഒരു 2 മിനിറ്റ് വെച്ചിട്ട് 2 മിനിറ്റല്ല 1 മിനിറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ടെടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ടിട്ട്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ തുള്ളി കൂടി വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആ 3 മുട്ടയുടെ കുഞ്ചി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ആ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കറക്കി എടുത്തിട്ട് നടുവ് കൂടെ കട്ട് ചെയ്തിട്ടുള്ള മെത്തേഡിൽ നമുക്കിത് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നിച്ചിട്ട് കുത്തി ഇളക്കി നമ്മുടെ പഴംപൊരിയുടെ മാവ് പോലെ ആയി പോവും. അതുപോലെ ആക്കരുത്, ഇതുപോലെ പതിയെ ചെയ്യാം കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് തട്ടി കൊടുക്കുക കേട്ടോ. അതവിടെ മാറ്റി വെക്കണം. അതുപോലെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ചെമ്പട്ടിയിലോ കുക്കറിലോ ഏതിലാണോ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം നമ്മൾ അടുപ്പിൽ ഗ്യാസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാവാൻ വെക്കണം കേട്ടോ. അപ്പോൾ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവണം, എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ടിന്നിലാണ് ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെമ്പട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് ആയി. അപ്പോൾ ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ആവി പോവാതിരിക്കാനൊരു വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു 20 മിനിറ്റിൻ്റെ ശേഷം തുറന്ന് നോക്കിയപ്പോൾ അവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെക്കുക. ഇനി ഇതാ ഞാൻ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സും എടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ കുറച്ച് ഐസും കട്ട പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്ലീൻ ആയിട്ടൊരു ബൗളിൽ നമ്മൾ ക്രീം ആക്കിയിട്ട് ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവിയിൽ വേണം നമ്മൾ ഗനാശ് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ്, അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം, 1 ടീസ്പൂൺ ബട്ടർ ഇതുകൂടെ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ കേക്കിൻ്റെ. അതിന് മുകളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കുക കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചിട്ട് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ടിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ സൈഡിലും ഒക്കെ ആക്കിയിട്ട് തേച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ചോക്ലേറ്റ് ഗനാഷും നട്ട്സും കൂടെ മിക്സ് ആക്കിയിട്ട് അത് നന്നായിട്ട് ഫില്ലിങ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക, മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിൽ നമ്മൾ അടിയിലുള്ള ലെയറാണ് കേട്ടോ മുകളിലായിട്ട് വെച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇത് ഒരു കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നന്നായിട്ട് ആക്കി ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രീം നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ക്രീം എല്ലായിടത്തും തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ക്രീമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗനാഷ് ഒരു 2
1 ടേബിൾ സ്പൂൺ ഗനാഷ് 2 ടേബിൾ സ്പൂൺ ഗനാഷൊക്കെ ആക്കിയിട്ട് ഈ ക്രീമിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ചോക്ലേറ്റ് ക്രീമായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് വൈറ്റ് ക്രീമിൽ തന്നെയുണ്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഒരു അരമണിക്കൂറൊക്കെ വെച്ച് നന്നായി തണുത്തതിൻ്റെ ശേഷം ഈ ഗനാഷ് ഒഴിച്ചിട്ട് ഇതുപോലെ മുകളിലും സൈഡിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ടൈമിൽ തന്നെ ഇപ്പം തന്നെ തണുപ്പിക്കാതെ ഇപ്പം തന്നെ നമ്മൾ നട്ട്സൊക്കെ സൈഡിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ബട്ടർ പേപ്പറിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക. അത് കട്ട് ചെയ്തിട്ട് ഡെക്കറേഷനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.